ജെക്സി തോമസിലേക്കാണ് നമ്മൾ പോകുന്നത്. ജെകി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇടത് ഹാൻഡിലുകൾ കൊണ്ടാടിയ ഒന്നാണ് കേറി വാടാ മക്കളെ എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. ഒരു സാധാരണക്കാരൻ, ഇപ്പം നമ്മളൊക്കെ പറയുന്നത് പോലെയാണ് മുഖ്യമന്ത്രി ഡയലോഗ് ഡെലിവറി ചെയ്തത് പോലും. ആ നിലയ്ക്ക് സഹൃദയനാണ് എന്ന വലിയ, എന്തുകൊണ്ടാണ് അതങ്ങനെ ആ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്നതും ആ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നതും? ആ നിലയ്ക്ക് സാധാരണ മനുഷ്യരോട് ഒരു അധികാരത്തിലിരിക്കുന്ന ഒരാൾ പ്രതിപ്രവർത്തിക്കുമ്പോൾ, പ്രതികരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ലാഘവത്വമുണ്ടല്ലോ, അതുകൊണ്ടല്ലേ അവിടേക്കല്ലേ ഇത് വന്ന് വീഴുന്നത്? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് ഞാൻ വരാം. പക്ഷെ തൊട്ടുമുമ്പ് ഈ അവസാന ലാപ്പിലാണല്ലോ ഈ ചർച്ച അല്പം കൂടെ രാഷ്ട്രീയമായി വികസിച്ചത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഉള്ളത് എന്ന് ആങ്കർ എന്ന നിലയിൽ അങ്ങ് ചോദിച്ചു. കോൺഗ്രസ് പ്രതിനിധിയുടെ മറുപടി എന്തായിരുന്നു? നിശ്ചയമായി ഞങ്ങൾ അതിലേക്ക് വരും, അല്ലേ? അതായത് കോൺഗ്രസിന്റെ പ്രതിനിധി തന്നെ സമ്മതിക്കുന്നു, ഞങ്ങൾ ഇതുവരെ കഴിഞ്ഞൊരു 15 കാലയളവിൽ കേരളത്തിനുണ്ടായ വികസന മുന്നേറ്റം എവിടെ, മനുഷ്യരുടെ ജീവിതങ്ങളിൽ സർക്കാർ നടത്തിയ ഇടപെടലുകൾ എന്ത്, അതോടൊപ്പം രാഷ്ട്രീയമായി കേരളത്തിന്റെ കരുത്ത്, ഇന്ത്യയിൽ സൃഷ്ടിച്ചിട്ടുള്ള ബദൽ എന്ത്, ഇതിൽ എന്തെങ്കിലും സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ ഈ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുമോ? ഒന്നെങ്കിൽ അറപ്പുളവാക്കുന്ന പച്ചക്കള്ളം, അല്ലെങ്കിൽ മറ്റ് ഹീനമായ നുണകൾ. ഇതല്ലാതെ വസ്തുതാ സംബന്ധമായി 2016 കേരളം എവിടെയായിരുന്നു? ആരോഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ, മനുഷ്യജീവിത സംബന്ധമായ നേട്ടങ്ങളും എവിടെയായിരുന്നു? 2026 കേരളം എവിടെത്തി നിൽക്കുന്നു? ഒരു ചർച്ചയ്ക്ക്, സംവാദത്തിന് കേരളത്തിൽ പ്രതിപക്ഷം തയ്യാറായിട്ടുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എത്തി നിൽക്കുന്ന അങ്ങേയറ്റം ദുരന്തപൂർണമായ അവസ്ഥയുടെ ഒരു പ്രതികരണം ഇന്ന് യഥാർത്ഥത്തിൽ എല്ലാ മാധ്യമങ്ങളിലും ചർച്ചാ വിഷയമാകേണ്ടതായിരുന്നു. എന്തായിരുന്നു? 100 സീറ്റ് നേടി തിരികെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്ന അത്ഭുതങ്ങൾക്കിടയില്ലാത്ത ഒരു പുതിയ നുണ, ഫ്രഷ് നുണ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇല്ലേ? നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തിച്ചാൽ എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്താണ് അതിൽ സംശയം? 100 സീറ്റെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം UDF തിരിച്ചു വന്നിട്ടില്ല എങ്കിലും മാത്രം പറഞ്ഞത്. അദ്ദേഹം ഇന്ന് അല്ല, നിക്ക്, ഞാൻ എന്തായാലും അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പഴയ പ്രഖ്യാപനം, അവകാശവാദം, അതിനെ സംബന്ധിച്ചുള്ള ആർക്കൈവിൽ നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ടല്ലോ. ഒരു നിമിഷം ശ്രീ ജയ്ക്ക് വരാം, പ്രൊഡ്യൂസർ ഒന്ന് പ്ലേ ചെയ്യൂ. തീർച്ചയായിട്ടും. അപ്പോ UDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ച് ഉറപ്പായി പോകും. UDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും, പിന്നെ എന്നെ കാണില്ല. അത് ഞാൻ സമ്മതിക്കുന്നു. ജെക്സി തോമസ് തുടരൂ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയാണ് ഇന്നത്തെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ സത്യസന്ധമായ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കേണ്ടിയിരുന്നത്. അതെങ്ങനെയാണ് കാണാൻ കഴിയുക? അങ്ങ് പറഞ്ഞത് 100 സീറ്റ് എന്നാണ്. 100 സീറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അദ്ദേഹം പറയാത്തൊരു കാര്യം പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ഒരു ചോദ്യമായി ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരി, സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. Debate with Madhu Saji.